കഴിഞ്ഞ ദിവസം എൻ്റെ വിദ്യാർത്ഥിയും ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസറുമായി ജോലി ചെയ്യുന്ന ഒരാൾ എന്നെ വിളിച്ചു. അദ്ദേഹം നായർ സമുദായത്തിൽപ്പെട്ട ആളാണ്. പക്ഷേ NSS നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും അദ്ദേഹം ശ്രദ്ധിക്കാറില്ല, വലിയ പ്രാധാന്യവും കൊടുക്കാറില്ല. അദ്ദേഹം എന്നോട് ചോദിച്ചൊരു ചോദ്യം എനിക്ക് വളരെ കൗതുകം തോന്നിയൊരു ചോദ്യമാണ് ചോദിച്ചത്. അദ്ദേഹം എന്നോട് ചോദിച്ചു, സാറേ, ഈ CPIക്ക് പ്രസിഡൻ്റ് ഒന്നുമില്ലല്ലോ, ജനറൽ സെക്രട്ടറി മാത്രമല്ലേ ഉള്ളൂ? സെക്രട്ടറി മാത്രം, ജനറൽ സെക്രട്ടറി ഡൽഹിയിലാണ്, കേരളത്തിൽ സെക്രട്ടറി മാത്രമല്ലേ ഉള്ളൂ. ഈ NSSനും ഈ ജനറൽ സെക്രട്ടറി മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ലേ? പ്രസിഡൻ്റ് ഒന്നും ഇല്ലേ NSSന്? ഞാൻ ആലോചിച്ചു, യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായി നിൽക്കുന്ന ഒരാൾക്ക് NSSന് പ്രസിഡൻ്റ് ഉണ്ട് എന്ന് അറിയില്ല. എത്ര നിർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ NSSൻ്റെ പ്രസിഡൻറ്റിൻ്റെ പേര് എനിക്ക് അറിയില്ലായിരുന്നു, ശ്രദ്ധിക്കാറില്ലായിരുന്നു. ഞാനപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം പ്രതിനിധിസഭ അംഗമാണ്, അദ്ദേഹത്തിനെ ഞാൻ വിളിച്ചു ചോദിച്ചു, NSSൻ്റെ പ്രസിഡൻറ്റിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഡോക്ടർ M ശശികുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഞാൻ ആ പേര് കേട്ടിട്ടുണ്ട്, പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. അദ്ദേഹം NSSൻ്റെ ഏറ്റവും സീനിയർ നേതാക്കന്മാരിൽ ഒരാളായിരുന്ന അന്തരിച്ച കൊറ്റനാട് മാധവൻപിള്ള ചേട്ടൻ്റെ മകനാണ്. ഞാൻ വളരെ യുവാവായിരുന്ന കാലത്ത് NSSൻ്റെ പ്രതിനിധി സഭയിലെ ഒരംഗമായിരുന്നു. അന്ന് ചെറുപ്പക്കാരനായിരുന്ന എന്നോട് വളരെ സൗമനസ്യത്തോടെ പെരുമാറുന്ന സീനിയർ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു കൊറ്റനാട് മാധവൻപിള്ള ചേട്ടന്. വളരെ ആഠ്യത്വമുള്ള, കുലീനത്വമുള്ള, പെരുമാറ്റത്തിലൊക്കെ വളരെയധികം സംസ്കാരമുള്ള ഒരാളായിരുന്നു അദ്ദേഹം. അന്ന് അദ്ദേഹം ഹരിപ്പാട് താലൂക്ക് യൂണിയൻ്റെ പ്രസിഡൻറ്റുമായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹത്തിൻ്റെ മകനാണ് ഡോക്ടർ M ശശികുമാർ എന്നെനിക്കറിയാം. അദ്ദേഹം ഒരു പ്രാക്ടീസിങ് ഡോക്ടറാണ്. കുട്ടനാട് മാധവൻപിള്ള ചേട്ടന് വളരെ പ്രശസ്തമായ തറവാട്ടിലെ അംഗമാണ്. ഡോക്ടർ M ശശികുമാറും അതുതന്നെ. അപ്പോൾ എനിക്ക് ഡോക്ടർ M ശശികുമാറിനോട് പറയാനുള്ളൊരു അഭ്യർത്ഥന, അങ്ങ് ദയവായിട്ട് പെരുന്നയിലെ മൻമോഹൻ സിംഗ് ആകരുത്. അങ്ങ് കൊറ്റനാട് മാധവൻപിള്ള ചേട്ടൻ്റെ മകനാണ്. അങ്ങയുടെ പാരമ്പര്യവും, അത് സംസ്കാരത്തിൻ്റെ കാര്യത്തിലായാലും പാരമ്പര്യത്തിൻ്റെ കാര്യത്തിലായാലും ആഠ്യത്തിൻ്റെ കാര്യത്തിലായാലും ഒക്കെ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ യോഗ്യതയും, അങ്ങനെ അങ്ങയുടെ സാംസ്കാരികവും അതുപോലെ തന്നെ സാമുദായികവും വിദ്യാഭ്യാസപരമായ പശ്ചാത്തലവും പാരമ്പര്യവും ഒന്നും NSSൻ്റെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ താഴെയല്ല, വളരെ മുകളിലാണ് എന്ന് അങ്ങ് മനസ്സിലാക്കണം. അങ്ങേക്ക് മുമ്പ് കാലത്ത് പൂർവ്വഗാമികളായിട്ട് ആ കസേരയിലിരുന്ന ആളുകളെക്കുറിച്ചൊരു നിമിഷം അങ്ങൊന്ന് ആലോചിക്കണം. അമ്പലപ്പാട്ട് ദാമോദരനാശാൻ, VK വേലപ്പൻ, കളത്തിൽ വേലായുധൻ നായർ, മക്കപ്പുഴ വാസുദേവൻ പിള്ള, പനമ്പള്ളി രാഘവമേനോൻ. ആലോചിച്ച് നോക്കട്ടെ, എത്ര പ്രഗത്ഭമതികളായ ആളുകളാണ്, അന്ന് അറിയപ്പെടുന്ന ഏറ്റവും പ്രശസ്തരായ ആളുകളാണ് അന്ന് നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രസിഡൻറ്റുമാരായി ഇരുന്നത്. അവസാനം ഈ സംഘടനയുടെ അധപതനം തുടങ്ങുമ്പോൾ, അത് ശ്രീ PK നാരായണ പണിക്കർ ജനറൽ സെക്രട്ടറി ആയിട്ട് വന്നതോടുകൂടിയാണ് സംഘടനയുടെ അധപതനം തുടങ്ങുന്നത്. അങ്ങനെ സുകുമാരൻ നായർ പറഞ്ഞു, കുറച്ചു കാലത്തെ ഈ കസേരയിൽ ഇരുന്ന് മതി, ഇനിയും പോയി ആ പ്രസിഡൻറ്റിൻ്റെ കസേരയിൽ അവിടെ പോയിരുന്നോളം പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിനെ പ്രസിഡൻ്റാക്കി അവിടെ ഇരുത്തി. അങ്ങനെ പ്രസിഡൻറ്റ് ഒരു പദവി മാത്രമായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോഴും ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് നടത്തിക്കൊണ്ടിരുന്നത് സുകുമാരൻ നായർ എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എനിക്ക് ശ്രീ ഡോക്ടർ M ശശികുമാറിനോട് പറയാനുള്ളത്, അങ്ങ് മാതൃകയാക്കേണ്ടത് PK നാരായണ പണിക്കരെയല്ല, മറിച്ച് കളത്തിൽ വേലായുധൻ നായരെയോ മക്കപ്പുഴ വാസുദേവൻ പിള്ളയെ പോലുള്ള പ്രഗത്ഭമതികളായ പ്രസിഡന്റുമാരെയാണ്. കളത്തിൽ വേലായുധൻ നായരും കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. പക്ഷേ രണ്ടുപേരും പരസ്പരം ബഹുമാനിച്ചിരുന്നു, പരസ്പരം കാര്യങ്ങൾ ചർച്ച ചെയ്താണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. മക്കപ്പുഴ വാസുദേവൻ പിള്ളയുടെ കാലത്തിലും അദ്ദേഹത്തിനും കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും NSSൻ്റെ നടത്തിപ്പിൻ്റെ കാര്യത്തിൽ അതൊന്നും പ്രതിഫലിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ എൻ്റെ ചെറുപ്പസമയത്ത് NSSൻ്റെ പൊതുസഭയിൽ ഇരുന്ന ആളാണ്. NSSൻ്റെ പ്രസിഡന്റുമാരോട് പ്രഗത്ഭമതിയായ കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള കാണിക്കുന്ന ഒരാദരവ് ഞങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. അദ്ദേഹം എപ്പോൾ നടന്നാലും NSS പ്രസിഡൻറ്റിൻ്റെ പിറകിലേ നടക്കുമായിരുന്നുള്ളൂ. പഴയ ചിത്രങ്ങളൊക്കെ നോക്കിയാൽ നമുക്കറിയാം, NSS പ്രസിഡൻറ്റിനെയാണ് അദ്ദേഹം മുന്നേ നടത്തുന്നത്. അത് പുഷ്പാർച്ചനയ്ക്ക് ചെന്നാലും NSS പ്രസിഡൻറ്റ് മുന്നിൽ നിൽക്കും, കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള പിറകിൽ നിൽക്കുമായിരുന്നു.
കിടങ്ങൂർ ഗോപാലകൃഷ്ണനുള്ള സംസ്കാരമുള്ള ആളായിരുന്നു. അതുപോലെ തന്നെ വളരെ കുലീനത്വമുള്ള ഒരു പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്നു വന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ആ കുലീനത്വം ഒക്കെ സമുദായ പ്രവർത്തന രംഗത്തും NSSൻ്റെ പ്രസിഡൻറ്റിനോടും അല്ലെങ്കിൽ പ്രസിഡൻറ്റുമാരോടും അദ്ദേഹം തീർച്ചയായിട്ടും കാണിച്ചിട്ടുണ്ട്. ഇത് ഞാൻ നേരിൽ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ നായർ സർവീസ് സൊസൈറ്റിയെ ശനി അപഹരിക്കുന്നത് 2011 ജൂൺ 25-നാണ്. അന്നാണ് ജി സുകുമാരൻ നായർ നാരായണ പണിക്കരെ മാറ്റിയിട്ട് NSSൻ്റെ ജനറൽ സെക്രട്ടറി ആകുന്നത്. ആ ജനറൽ സെക്രട്ടറി ആയ കാര്യം അവിടെ നിൽക്കട്ടെ, അതെല്ലാം വളഞ്ഞ വഴിയിലൂടെയായിരുന്നു. അതിനുശേഷം NSSൻ്റെ അധോഗതി എന്താണ് എന്ന് ഈ സമുദായ അംഗങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. NSSൻ്റെ പ്രതിനിധിസഭയിലെ ഉള്ള എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടനെ നടത്തിയ അഭ്യർത്ഥന, NSS ജനറൽ സെക്രട്ടറിയോട് നടത്തിയ അഭ്യർത്ഥന ഞാൻ കണ്ടു. ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ് ചേട്ടൻ പറഞ്ഞത്. അതിനകത്ത് ചില കാര്യങ്ങൾ വിട്ടുപോയി, അതൊന്ന് സൂചിപ്പിക്കാനായിട്ടാണ് അദ്ദേഹത്തെ വിളിച്ചത്. അദ്ദേഹം പറഞ്ഞത്, സുകുമാരൻ നായരുടെ മക്കളും മരുമക്കളും നായർ സർവീസ് സൊസൈറ്റിയിലെ ജീവനക്കാരാണ്. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠന് 3 മക്കളുണ്ട്. 3 മക്കളും മരുമക്കളും അവരും NSSൻ്റെ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥന്മാരാണ്. അവിടെ ഒരു ചെറിയ അഡീഷൻ കൂടെ ഉണ്ടെന്നാണ് എൻ്റെ സുഹൃത്ത്, ഈ പ്രതിനിധി സഭ അംഗമായ ആൾ എന്നോട് പറഞ്ഞത്. സുകുമാരൻ നായരുടെ സഹോദരിക്കും അവരുടെ 2 മക്കൾക്കും 2 മരുമക്കൾക്കും കൂടി NSSലെ ജോലിയുണ്ട്. അത് വിട്ടുപോയത് ശരിയായില്ല. അതും കൂടെ പറഞ്ഞെങ്കിലേ അത് ഒരു വീട്ടിലെ ആളുകളുടെ കാര്യം പറഞ്ഞാൽ അത് ശരിയാവുള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് ഡോക്ടർ M ശശികുമാറിനോട് പറയാനുള്ളൊരു കാര്യം, അങ്ങ് ഒരു പ്രാക്ടീസിങ് ഡോക്ടറാണ്. അങ്ങ് വളരെ പ്രശസ്തമായൊരു തറവാട്ടിലെ അംഗമാണ്. അങ്ങ് ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് ഇവിടെ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. അങ്ങയോടെ ഞാനിത് പറയാനുള്ള ഒരു കാര്യം, സുകുമാരൻ നായരുടെ വീട്ടിൽ ഇനിയും മനുഷ്യരായ എല്ലാ ആളുകൾക്കും ജോലി കിട്ടിയിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ തൊഴുത്തിൽ നിൽക്കുന്ന പശുവിന് മാത്രമേ ജോലി കിട്ടാനുള്ളൂ എന്നും എന്നോട് പറഞ്ഞത് NSS ഇന്ന് റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥനാണ്. അടുത്ത സമയത്ത് റിട്ടയർ ചെയ്ത ഒരാളാണ്. അപ്പോൾ എനിക്ക് അത്ഭുതമൊന്നും തോന്നിയില്ല. അദ്ദേഹം എന്നിട്ട് പറഞ്ഞത് തമാശയായിട്ട് പറഞ്ഞു, NSSന് ഫാം ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ പശുവിന് ജോലി കിട്ടിയേനെ എന്ന് പറഞ്ഞു. എനിക്കതിനകത്തൊരു അത്ഭുതവും തോന്നിയില്ല. സുകുമാരൻ നായർക്ക് വരാൻ പറ്റിയില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വളർത്തുന്ന അൽസേഷൻ നായയെ കണ്ടാൽ പോലും എണീറ്റ് കൈകൂപ്പുന്ന ആളുകളാണ് അവിടെ 300 പേര് ഇരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അതിനകത്ത് ഒരു അത്ഭുതവും തോന്നുന്നില്ല. സുകുമാരൻ നായർക്ക് ഇഷ്ടമുള്ള പോലെ നായർ സർവീസ് സൊസൈറ്റി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഡോക്ടർ M ശശികുമാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നായർ സർവീസ് സൊസൈറ്റി വളരെ വേഗം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് തകർന്ന് അതിൻ്റെ താഴെ തട്ടിൽ എത്തിക്കഴിഞ്ഞു. ആത്മാഭിമാനമുള്ള നായർ സമുദായ അംഗങ്ങൾ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു കഴിഞ്ഞു. ഇതാണ് നായർ സർവീസ് സൊസൈറ്റിയിലെ ഇന്നത്തെ സ്ഥിതി. ആത്മാഭിമാനമുള്ള നായന്മാരുടെ ഭാഗത്തു നിന്ന് അങ്ങ് നായർ സർവീസ് സൊസൈറ്റിയെ നയിക്കണം. നായർ സർവീസ് സൊസൈറ്റിക്ക് ഒരു പ്രസിഡൻ്റ് ഉണ്ട് എന്ന് അങ്ങ് തെളിയിക്കണം. വൈസ് പ്രസിഡൻറ്റിനെ പമ്പയിൽ വിട്ടുകൊണ്ട് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. വേറെ ചില കാര്യം അദ്ദേഹം ചെയ്യുന്നുണ്ട്, അത് ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും ശരി, അങ്ങ് ഉണർന്ന് പ്രവർത്തിക്കണം. NSSൻ്റെ പ്രസിഡൻറ്റിനെ മാറ്റാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. NSSൻ്റെ പ്രതിസഭയിലേക്ക് ഒരാളെ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ 3 വർഷത്തേക്ക് ആളിനെ മാറ്റാൻ പ്രയാസമാണ്. പക്ഷേ ഈ 300 അടിമകൾ അവരുണ്ട്. അവരെ പണ്ട് CV കുഞ്ഞിരാമനാണെന്ന് തോന്നുന്നു പറഞ്ഞതുപോലെ, തൊഴുന്തോറും തൊഴിക്കുകയും തൊഴിക്കും തോറും തൊഴുകയും ചെയ്യുന്ന ഒരു അടിമകളുടെ എന്തോ ഒരു വംശത്തിൽപ്പെട്ട ആളുകളാണ് അവിടെ ഉള്ള 300 പേര്. അവരെക്കുറിച്ച് എനിക്ക് സഹതാപമേ ഉള്ളൂ. കാരണം ആത്മാഭിമാനമില്ലാതെ, അന്തസ്സില്ലാതെ, ഒരു ഏകാധിപതിയുടെ മുന്നിൽ പച്ചപുച്ഛമടക്കി ഒരു സമുദായത്തെ തകർക്കാൻ കൂട്ടു നിൽക്കുന്ന ആളുകളെക്കുറിച്ച് സഹതപിക്കുകയും അവജ്ഞയോടെ കാണുകയും ചെയ്യാനേ പറ്റുള്ളൂ. അല്ല, അതിനപ്പുറത്ത് വേറെ കാര്യമില്ല. അവരുടെ സഹതാപവും അവജ്ഞയുമേ ഉള്ളൂ എനിക്ക്. പക്ഷെ അങ്ങനല്ല. അങ്ങ് വളരെ കുലീനമായ പശ്ചാത്തലമുള്ള ഒരാളാണ്, ഒരു പ്രാക്ടീസിങ് ഡോക്ടറാണ്. അങ്ങ് ആ കൂട്ടത്തിൽ നിൽക്കാൻ പാടില്ല. അങ്ങ് ഉണർന്ന് എണീക്കണം. അതല്ലെങ്കിൽ ചരിത്രം അങ്ങയെക്കുറിച്ച് വളരെ മോശമായിട്ടായിരിക്കും ഓർമ്മിക്കപ്പെടുന്നത്. അങ്ങ് ഈ കസേരയിലേക്ക് എത്തുന്നതിന് മുമ്പ് ആ കസേരയിലിരുന്ന ഒരാളുണ്ട്, അഡ്വക്കേറ്റ് PN നരേന്ദ്രനാഥൻ നായർ. അദ്ദേഹം ജില്ലാ ജഡ്ജിയായിരുന്നു. സമുദായ പ്രവർത്തന രംഗത്ത് സമുദായത്തോടെ താല്പര്യമുള്ളതുകൊണ്ട് മാത്രം വന്ന ആളാണ്. നായർ സർവീസ് സൊസൈറ്റി നടത്തിയ പല കേസുകളുടെയും പിന്നിൽ കൃത്യമായി നിയമോപദേശം നൽകിയിരുന്നത് അന്നത്തെ പ്രസിഡൻ്റായിരുന്ന
പി എൻ നരേന്ദ്രനാഥൻ നായരായിരുന്നു. അദ്ദേഹം പത്തനംതിട്ട താലൂക്ക് യൂണിയൻ്റെ പ്രസിഡൻ്റായിരുന്നു. വ്യക്തിപരമായിട്ട് എനിക്ക് വളരെയധികം സ്നേഹവും ആദരവുമുള്ള ആളാണ്, എൻ്റെ നാട്ടുകാരനാണ്. പക്ഷേ അന്ത്യഘട്ടത്തിൽ അദ്ദേഹം അനുഭവിച്ച മനോവ്യഥ അങ്ങ് മറക്കരുത്. നായർ സർവീസ് സൊസൈറ്റി അനുദിനം തകർന്നുകൊണ്ടിരിക്കുകയാണെന്നും ധിക്കാരിയും അതുപോലെ തന്നെ ഏകാധിപതിയും അഴിമതിക്കാരനും സ്വജനപക്ഷപാതിയുമായ ഈ മനുഷ്യൻ നായർ സർവീസ് സൊസൈറ്റിയെ തകർച്ചയുടെ വക്കിലേക്ക് കൊണ്ടുപോവുകയാണെന്നും കൃത്യമായിട്ട് അറിയാവുന്ന ആളായിരുന്നു പി എൻ നരേന്ദ്രനാഥൻ നായർ. അദ്ദേഹം അസുഖമായി കിടക്കുമ്പോൾ ചങ്ങനാശ്ശേരിയിലെ ഇദ്ദേഹത്തിൻ്റെ ഭൂതഗണങ്ങളിൽപ്പെട്ട ഒരാളെ പറഞ്ഞു വിട്ട് അദ്ദേഹത്തിൻ്റെ രാജി എഴുതി വാങ്ങിക്കുകയായിരുന്നു. അത് മറക്കരുത്. എത്രമാത്രം മനോവ്യഥയോടെയാണ് ഒരു ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം നായർ സർവീസ് സൊസൈറ്റിയുടെ വളർച്ചയ്ക്കായി ഒഴിഞ്ഞു വെച്ച പി എൻ നരേന്ദ്രനാഥൻ നായരോടെ സുകുമാരൻ നായർ പെരുമാറിയതെന്ന് ദയവായിട്ടങ്ങ് മറക്കരുത്. ചരിത്രം എഴുതുമ്പോൾ എൻ്റെ വിദ്യാർത്ഥി ചോദിച്ചതുപോലെ NSSന് ഒരു പ്രസിഡൻ്റ് ഉണ്ടായിരുന്നില്ലേ എന്ന് ചരിത്രം ചോദിക്കരുത്. അങ്ങയുടെ പിൻഗാമികൾക്ക് തലയുയർത്തി നിന്ന് പറയണം, ഞങ്ങളുടെ അച്ഛനല്ലെങ്കിൽ ഞങ്ങളുടെ അപ്പൂപ്പൻ ശക്തമായ നിലപാട് നായർ സർവീസ് സൊസൈറ്റി പ്രസിഡൻ്റ് എന്ന നിലയിൽ സ്വീകരിച്ചതുകൊണ്ടാണ് ആ വലിയ സംഘടന ഒരു തകർച്ചയിൽ നിന്ന് രക്ഷപ്പെട്ടത്. അങ്ങേക്ക് അതിന് കഴിയില്ലെങ്കിൽ ദയവായി അങ്ങ് രാജിവെച്ചൊഴിയണം. അങ്ങ് വലിയൊരു സ്ഥാനത്ത് ഒരു വലിയൊരു കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങയോട് അങ്ങനെ വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുന്നത്. ഒന്നുകിൽ അങ്ങ് ധീരമായി യുദ്ധം ചെയ്യണം. ഒരിക്കലൊരു സ്റ്റേറ്റ്മെൻറ്റിൽ കിടങ്ങൂർ ഗോപാലകൃഷ്ണനുള്ള പറഞ്ഞു, നായർ പടയാളികളാരും പുറത്ത് വെട്ടേറ്റ് മരിച്ചിട്ടില്ല എന്ന്. എന്നാൽ തിരിഞ്ഞോടിയിട്ടില്ല എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞത്. തീർച്ചയായിട്ടും അങ്ങ് ഒരു പോരാട്ട വീര്യം കാണിക്കണം. ഈ സമുദായം അങ്ങയുടെ ധീരമായ നിലപാടാണ് പ്രതീക്ഷിക്കുന്നത്. എന്നെപ്പോലെയുള്ള ആളുകൾ, ഞാൻ NSSൻ്റെ ഒരു വ്യക്തി മെമ്പർ എന്നുള്ള നിലയിൽ കൂടെ പറയുകയാണ്, തീർച്ചയായിട്ടും അങ്ങ് ധീരമായിട്ട് തീരുമാനമെടുക്കേണ്ട ഒരു നിമിഷം എത്തിയിരിക്കുന്നു. ഇപ്പോൾ ഈ നിമിഷം അങ്ങ് നിദ്ര വിട്ട് ഉണരണം. അങ്ങ് പ്രതികരിക്കണം. ഈ ഏകാധിപതിക്കെതിരെ പ്രതികരിക്കണം. ശബരിമലയിൽ സ്വർണം നഷ്ടപ്പെട്ട ഒരു സന്ദർഭം എന്താണ് NSS ജനറൽ സെക്രട്ടറിക്ക് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ളത്? പിന്തുണ കൊടുക്കാൻ പോയല്ലോ. പിന്നീട് കൊടുക്കാതിരിക്കുകയോ ചെയ്യട്ടെ. വോട്ട് ചെയ്യേണ്ടവർ ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ BJPക്ക് വോട്ട് ചെയ്യട്ടെ. പക്ഷേ ശബരിമല വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും ഹോൾസെയിൽ ഏജൻറ്റ് താനാണ് എന്ന് പറയുന്ന സുകുമാരൻ നായർ അവിടെ നഷ്ടപ്പെട്ടു പോയ സ്വർണത്തെക്കുറിച്ച് അദ്ദേഹത്തിന് അഭിപ്രായമൊന്നുമില്ല. ആചാരത്തെക്കുറിച്ച് മാത്രമേ ഉള്ള അഭിപ്രായം, മോഷണത്തെക്കുറിച്ച് അഭിപ്രായമൊന്നുമില്ല. അങ്ങ് തീർച്ചയായിട്ടും ഉണരണം. അങ്ങ് ഉണർന്ന് ആവശ്യമായ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. സുകുമാരൻ നായരെ തള്ളി പറയേണ്ടിടത്ത് അങ്ങ് തള്ളി പറയണം. അങ്ങ് ധീരനായ ഒരു പ്രസിഡൻ്റായി മാറണം. അതാണ് കാലഘട്ടം അങ്ങയോടെ ആവശ്യപ്പെടുന്നത്. അങ്ങയെ നാളത്തെ ചരിത്രം പഴിക്കാൻ ഇടയാക്കാതെ ദയവായി ഇപ്പോഴത്തെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നെണീറ്റ് ധീരമായി പ്രതികരിക്കണം എന്നാണ് എനിക്ക് അങ്ങയോടെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.